മാർച്ച് 22 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നോ മോർ സ്ട്രഗിളാണ്. യുദ്ധത്തിന് വിടാന്നോ യുദ്ധമില്ലാന്നോ ഒക്കെ പറയാം. വിഷമങ്ങളില്ല എന്നൊക്കെ പറയുന്ന പോലെ പോരാട്ടം നിർത്തുക എന്നത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു യുദ്ധം ചെയ്യുന്ന മാനസിക അവസ്ഥയുമായിട്ടാണ് മദ്യാസക്തനായ ഞാൻ സഞ്ചരിക്കാറുള്ളത്. പലപ്പോഴും ഞാനത് അറിയില്ല. എന്തിനോടെങ്കിലുമൊക്കെയുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പോരാട്ടമാണ് അത്. ജീവിതത്തോട്, ആളുകളോട്, അങ്ങനെ പല പല കാര്യങ്ങളോടാണ്. പരാതികളും പരിവട്ടങ്ങളും എപ്പോഴും പറയുന്ന ആളുകൾ കൂടുതൽ നന്നായി പെരുമാറിയിരുന്നെങ്കിൽ, എൻ്റെ സാഹചര്യങ്ങൾ ശരിയായി, സാഹചര്യം, ആളുകൾ, ഇതൊക്കെ കുഴപ്പമായതുകൊണ്ട് മദ്യം കടന്നു വന്നു എന്ന് പറയുമ്പോൾ, പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പടി തന്നെയാണ്. അങ്ങനെ മദ്യത്തിന് മുന്നേ ശക്തീകരനാണെന്നും നിയന്ത്രിതമായ ജീവിതത്തെക്കുറിച്ചും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധ്യമല്ല എന്നുള്ള ബോധ്യവും വന്നു കഴിഞ്ഞാൽ ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് നേരിടണം. എൻ്റെ ആഗ്രഹങ്ങളും അതേപോലെ എൻ്റെ ജീവിതവും ഞാൻ മനസ്സിലാക്കുന്ന ശക്തിയിലേക്ക് തിരിച്ചു വിടണം. അപ്പോൾ അവിടെ പോരാട്ടങ്ങളില്ലാതെ ആകുമ്പോഴാണ് എനിക്കത് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്. പോരാട്ടം ഇല്ലാണ്ട് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മറ്റുള്ളവരും സാഹചര്യങ്ങളും വരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കരുത്. സത്യത്തിൽ ആഗ്രഹം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ ആഗ്രഹമൊക്കെ ഉണ്ടാവും, ആഗ്രഹം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ ആകുമ്പോൾ ഇതിങ്ങനെയാണ് എന്നാണ് പലപ്പോഴും പറയാറുണ്ട് പല ആളുകളും. എനിക്കത് മറക്കാൻ പറ്റുന്നില്ല, അവരെ ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല, ചില പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ടുള്ള. ഞാനൊക്കെ അത് പരിശീലിച്ചത് മറ്റ് അംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് ചിലത് അങ്ങനെയാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ സമ്മതിക്കണം. ഞാൻ ദുർബലനാണ്. അപ്പം എനിക്ക് മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ പറ്റും. എന്നെക്കാളൊരു വലിയ ശക്തി എന്ന ആശയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എനിക്ക് പറ്റാതിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൻ്റെ ഒപ്പം നടന്നാൽ പറ്റും. എനിക്ക് മറക്കാൻ പറ്റാത്ത പലതുണ്ട്. അതിനെ മറക്കാനായിട്ട് എനിക്ക് സാധ്യമാണ്. അതിന് ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികളിലേക്ക് എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. മേയുടെ മീറ്റിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റും, മറ്റാൾക്കാരെ വിളിക്കാം. നിർബന്ധപൂർവം നമ്മളൊരു കാര്യം ഓർക്കില്ല എന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും കടന്നു വരും. അതിന് പകരം സ്വാഭാവികമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് എന്നോട് മുഴുകാനാണ് പറഞ്ഞത്. അങ്ങനെ പതുക്കെ പതുക്കെയാണ് നമ്മൾ ആ മൂന്നാമത്തെ പടിയുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ സാധ്യമാണ് എന്ന് മനസ്സിലാവുകയാണ്. മറ്റൊരാൾക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും അത് സാധ്യമാണല്ലോ. അവിടെ പോരാട്ടങ്ങളൊന്നുമില്ല. നമ്മൾക്ക് പലപ്പോഴും എന്തിനോടെങ്കിലുമൊക്കെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ കാര്യങ്ങളോടും. ആളുകൾ മറ്റാളുകളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മൾ ഇതിനായിരുന്നില്ല ഇത്രയും കാലം ആഗ്രഹിച്ചതും മദ്യപിച്ചതും എല്ലാം അതിനുണ്ടായിരുന്നില്ലേ? കൃത്യമായിട്ടുള്ളൊരു പരിശോധനയിൽ എൻ്റെ ഉത്തരം അതായിരുന്നു. കാരണം മറ്റുള്ളവരുടെ പെരുമാറ്റം വല്ലാത്ത രീതിയിൽ എന്നെ ബാധിക്കുന്നുണ്ട്. പലരും അവരെന്തിനാ അങ്ങനെ പറഞ്ഞ് അവരങ്ങനെ പറയാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. നമ്മൾ കരുതുന്ന പോലെ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് കരുതണമെന്നില്ല. അവരെന്നെ കുറിച്ച് കുറ്റം പറയുന്നു. അപ്പോൾ നമ്മൾ എത്രയോ പേരെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നുണ്ട്. നമ്മൾ കുറ്റം പറയുന്ന ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും അയാളെങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് വേറുള്ളവർ കേൾക്കുമ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് പറയാം, പക്ഷെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിഷമം. അപ്പം ആരും നമ്മളെ കുറ്റപ്പെടുത്തരുത്. എപ്പോഴും ഒരു പാമ്പർ ഇതൊരു കുട്ടിയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നൊരു സ്വഭാവം. അതാണ് കൃത്യമായിട്ട് മൂന്നാമത്തെ പടിയുടെ സെൽഫ് സെൻറ്റേർഡായ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഞാനാണ്, എന്നെ ചുറ്റിയിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പോരാട്ടം വരുന്നത്. അപ്പം ഒന്ന് എളിമയിലേക്ക് കടന്നു വന്നാൽ മതി. ഞാൻ വിചാരിച്ചുകൊണ്ട് എനിക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റൂ. എല്ലാം എൻ്റെ തലയിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളതും എല്ലാം ഞാനങ്ങ് തിരുത്തി കുറിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങലാ പലപ്പോഴും മദ്യം ആയിട്ട് ബന്ധപ്പെട്ട്. ഇനിയിപ്പോൾ മദ്യം കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താ പോരാട്ടം കൊണ്ട് കിട്ടാൻ പോകുന്ന? വേറൊരാളുമായിട്ട് ഞാൻ പോരാടുകയാണ്, ഏതർത്ഥത്തിലാണെങ്കിലും. ആ പോരാട്ടം എനിക്ക് എന്താ സംഭവിക്കുക? എനിക്ക് സുബോധം എൻ്റെ ശരിക്കുള്ള രീതിയിലാവും. മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുക, അവൻ ആരോട് എന്താ പറയുക, ഇതിങ്ങനെ ചിന്തിച്ച് നമ്മൾ മുന്നേറുമ്പോൾ
അതുകൊണ്ടല്ലേ ഒരു മീറ്റിങ്ങിൽ പലപ്പോഴും ആദ്യകാലത്തൊക്കെ വേറൊരാൾ ഇപ്പോൾ ഷെയർ ചെയ്യണം, അയാളുടെ സന്തോഷത്തിൻ്റെ നിർവചനമോ അയാളുടെ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് പറ്റില്ല. ഞാൻ അറിഞ്ഞ സന്തോഷം എൻ്റെ രീതിയിലാണ്. പലപ്പോഴും ഞാൻ ആദ്യകാലത്തൊക്കെ ഈ പ്രോഗ്രാം മനസ്സിലായിട്ടും അത് പ്രാക്ടിക്കലാവാൻ കുറേ സമയമെടുത്തു എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പൈസ ഉള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റില്ല, അതെൻ്റെ തോന്നലാണ്. അതൊക്കെ പിന്നീട് പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രശസ്തരായ വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു അവർക്ക് സന്തോഷിക്കാൻ പറ്റും. ഞാൻ എങ്ങനെ അറിയാമേ, അപ്പം അടുത്ത് ആൽക്കഹോളിക്സ് അനോണമസിൻ്റെ പുറത്തുള്ള ഒരു സുഹൃത്തുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയവും അവർക്ക് സന്തോഷമുണ്ട്, സമാധാനം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ സ്റ്റേറ്റ് വെച്ച് വേറുള്ളവരെ വിലയിരുത്തുമ്പോഴാണ്, നമുക്കറിയാത്തതുകൊണ്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പഠനത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ അയാൾ സത്യം പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സന്തോഷം കിട്ടില്ല എന്ന് പറയാറുണ്ട്. എങ്ങനെയാ അത് പറയാൻ പറ്റുക? ആരുടെയും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സന്തോഷമില്ല എന്നോ, അയാൾക്ക് ഒരിക്കലും കിട്ടുന്നില്ല എന്നോ, ഏതിൽ വരാത്ത ആളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്താനോ ഇതൊന്നും എനിക്ക് സാധ്യമല്ല എന്നുള്ള. എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ പറ്റൂ. എനിക്ക് ഈ സന്തോഷം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾ പ്രവർത്തിച്ചാൽ കിട്ടുന്നതാണ് എൻ്റെ അനുഭവം. എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ വേറുള്ളവർക്ക് കിട്ടിയിട്ടില്ല, പുറത്തെ ആൾക്കാർക്ക് കിട്ടുന്നില്ല, ഒരു കാര്യത്തിലും അത്തരം വിധി പ്രസ്താവനകൾ ജഡ്ജി ആവേണ്ട കാര്യമില്ല എന്നാണ് പ്രോഗ്രാം പറഞ്ഞത്. എല്ലാം ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, മറ്റുള്ള വിലയിരുത്തലുകൾ അത് നിർത്തുക. അൾട്ടിമേറ്റ്ലി സ്റ്റേറ്റ്മെൻറ്റുകൾ വെക്കുക, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ, ഇതൊന്നുമില്ല, അതെനിക്കറിയില്ല. കാരണം അതും ഒരു പോരാട്ടമാണ്. എൻ്റെ സന്തോഷത്തിൻ്റെ നിർവചനം അതുപോലും മൂന്നാമത്തെ പടിയിൽ ഞാൻ മാറ്റിവെക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആ വിലയിരുത്തില്ല, അവർക്ക് സന്തോഷം ഉണ്ടോ സന്തോഷം ഇല്ലേ എന്നുള്ളത് എൻ്റെ വിഷയമാണോ? എത്രയോ പണക്കാരായിട്ടുള്ള ആൾക്കാരോ പണമില്ലാത്ത ആൾക്കാരോ സന്തോഷിക്കുന്നതെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പണമില്ലാത്തവർ, എനിക്ക് പലപ്പോഴും പണം ഉണ്ടാക്കാത്തതിൻ്റെ കുഴപ്പങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ചില തെറ്റുകൾ, എൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ന്യായീകരണമാണ് ഇവിടെ. അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ മാതൃക എൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത് ശരിയെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയാണ് സന്തോഷം കിട്ടതാണ്ടോ. ഞാൻ ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അതെനിക്ക് സന്തോഷം. ഇത് മറ്റുള്ളവർക്കും ഈ സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുക, അത് മാത്രമാണെന്ന് പറയുക, മറ്റുള്ളവർക്ക് സന്തോഷം എന്ത് ജീവിതമാണെന്ന് വിലയിരുത്തുക, ഇതൊക്കെ എവിടെയാ? മൂന്നാമത്തെ പടിയിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. മൂന്നാമത്തെ പടിയിൽ ആ പോരാട്ടം നിർത്തുമ്പോൾ എൻ്റെ വാർപ്പ് മാതൃകകളിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാതെ, വലിയ ശക്തിയാണ് സുബോധത്തിൻ്റെ, വൈകാരിക സുബോധത്തിൻ്റെ യഥാർത്ഥ മാതൃക, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ കേന്ദ്രമെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്നതോടൊപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കാതെ എൻ്റെ പ്രവർത്തികൾ ചെയ്യുക. എനിക്ക് സന്തോഷത്തിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പ്രയത്നിച്ചോളാം. എങ്ങനെ സന്തോഷം ഉണ്ടാക്കുക അതൊക്കെ ഞാൻ കണ്ടെത്തുക. അതാരെയും ബോധിപ്പിക്കേണ്ടതില്ല, ഞാനത് സന്തോഷത്തോടെ പോവുക. ഇത്രയും പ്രോഗ്രാം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പോരാട്ടം നിർത്തിയാൽ മതി. മദ്യത്തോട് പോലും പോരാടാതെ ആയിട്ടുണ്ട് പിന്നീട്, അതൊക്കെ തന്നെ ഒന്നാണ്. പിന്നെ പറഞ്ഞ് മനഃപൂർവ്വം ആയതല്ല, കാരണം മദ്യത്തിൻ്റെ മുന്നിൽ ശക്തിഹീനനാണ്. പണ്ട് മദ്യത്തോട് ജയിച്ചു എന്ന് കരുതിയിരുന്നു, ജയിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം അത് എന്നെക്കാൾ വലിയ ശക്തിയാണ് എന്ന ബോധ്യത്തിലാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല, അത് ജയിച്ചു എന്ന മനോഭാവത്തിലായിരുന്നു. ഇന്നൊന്നിനും പോരാടേണ്ടി വരുന്നില്ല എന്ന വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യത്തോടു കൂടി ആൽക്കഹോളിക്സ് അനോണമസിൻ്റെ ആ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വിഭാവനം ചെയ്ത സുബോധത്തിലേക്ക് ഒരുമിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം.